ഈ പ്രകടന പത്രിക നിങ്ങൾ കണ്ടുവേണം. UDFിൻ്റെ പ്രകടന പത്രിക 262 ബൂത്തിൽ സപ്ലൈ ചെയ്തതാണ്. ഇതിൽ പറയുന്ന സ്ത്രീകളുടെ ജീവിതം കണ്ണീരിലെത്തിയവർക്ക് എതിരെ പ്രതികരിക്കാം. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ കുടുംബത്തിന് വോട്ട് കൊടുക്കാൻ പാടുണ്ടോ? കാരണം കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രാധ എന്ന സ്ത്രീ ആര്യാടൻ സ്വർഗത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഓഫീസിലും അതുപോലെ തന്നെ കോൺഗ്രസ് ഓഫീസിലേക്ക് കൊല ചെയ്യപ്പെട്ടുകൊണ്ട് കരളായൂർക്കല്ല ചുള്ളിയോടൊരു കുളത്ത് കൊണ്ടുപോയി തള്ളിയത്. അതുപോലെ തന്നെ തുഗൂർ പഞ്ചായത്തിൽ ഒരു സുനിത എന്ന് പറഞ്ഞ സ്ത്രീ കേവലം 23 വയസ്സായ സ്ത്രീയെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ കൊഴിച്ചിട്ടത് പെരത്തറന്റെ ഉള്ളിലിട്ട് കണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ പാടുണ്ടോ? കണ്ണീരിലാക്കിയത് ആരാണെന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 4 ദിവസം മുന്നേ വൈക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 15 വയസ്സായ കുട്ടി മരിച്ചിട്ട് അതിന്റെ രക്തം മൂക്കി കൊടുക്കാൻ വന്ന ചാമ്പക്കാല എന്ന് പറഞ്ഞ റാക്കുള ഇവിടെ വന്നത് വികസനത്തെ പറ്റിങ്ങാണ്ട് ഒന്നും പറയാൻ, വികസനം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ ഒന്നും കഴിയാത്തത് കൊണ്ട് ഇവിടെ നാടകം കഴിച്ചു പോയി.